കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു, വളരെ സന്തോഷമായി. ഇന്നിപ്പോൾ ആ പൂജ ചെയ്തത് പഴയം സുമേഷ് ഓദിക്കനാണ്. കളഭാലങ്കാരം നടത്തിയത് മുന്നൂലം ഭവോദിക്കനാണ്. വളരെ കേമായിട്ട് ആ ഒരു ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ആ കാലുമ്മിലൊക്കെ പൊന്തളകളൊക്കെ ഇട്ടിട്ട് കസവിൻ്റെ കൈവളകൾ തോൽവളകൾ എല്ലാം ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുള്ള ഒരു നല്ലൊരു മിടുക്കനായ പൊന്നുണ്ണിക്കണ്ണനാണ്. ആ വലത്തെ കയ്യിൽ വെണ്ണയുണ്ട്. സന്തോഷമായി, ഏറ്റവും സന്തോഷമായി. ആ വെണ്ണ ഉരുളങ്ങനെ പിടിച്ചിട്ടേ വരൂ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ച് നമ്മളെ കൊതിപ്പിക്കണമുണ്ട്. ഇങ്ങോട്ട് വന്നോളൂ, ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്ന മാതിരിയാണ്. ഇടത്തെ കയ്യിൽ ഓടക്കുഴലും ഉണ്ട്. അപ്പോൾ വളരെ സന്തോഷത്തിലാണെന്ന് ഇപ്പോൾ ഉണ്ണിക്കണ്ണൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളെ വരുമ്പോൾ എന്താ വെച്ചാൽ ഗുരുവായൂരപ്പൊന്നും വലിയ തിരക്കൊന്നുമില്ല. ഇന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായിച്ചാലും അതിൻ്റേതായ ചെറിയ തിരക്ക് എന്നല്ലാതെ വേറെ തിരക്കുകളൊന്നുമില്ല. അപ്പോൾ ഇന്ന് എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തിലാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ചെവിയിൽ ചെവിപ്പൂക്കളുണ്ട്, ഗോപി തിലകം അണിഞ്ഞിട്ടുണ്ട്. ആ മാലകൾ ഇങ്ങനെ 3 മാലകൾ ഇട്ടിട്ടുണ്ട് കഴുത്തിൽ. നല്ല തെച്ചിയും തുളസിയും ഒക്കെ പാടെ ചേർന്ന ആ ഒരു വെള്ള പൂക്കൾ കൊണ്ടുള്ള മാലയുണ്ട്. വളരെ ഇതായിട്ടുണ്ട്. പിന്നെ വിധാനമായിട്ട് ഒരു ഉണ്ടമാലകൾ ഇങ്ങനെ 3 എണ്ണം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കിരീടമൊക്കെ വെച്ചിട്ട് നല്ലൊരു പൊന്നുണ്ണി കണ്ണനാണ്. ആ പീലിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കളഭം കൊണ്ട് ആ പീലിയുണ്ട്. വളരെ സന്തോഷമായിട്ടാണ് നിൽക്കുന്നത്, പുഞ്ചിരിയൊക്കെ ആയിട്ട്. കാരണം നമ്മൾ ഇതാ തരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കി ഇതാവില്ലേ, ഇതാ ഈ വെണ്ണമുള്ള തരാം കേട്ടോ, ഇങ്ങോട്ട് വന്നോളൂ തരാമെന്ന് പറഞ്ഞ പോലെയാണ് മൂപ്പരിന്നിപ്പോൾ ആ അമ്പലത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. എന്താ ഒരു രസം! അത് അങ്ങനെ പറയാൻ തന്നെയാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്കും രസകരമായിട്ടാണെന്ന് ചാർത്തിയിട്ടുണ്ട്. ഭഗവതിക്കൻ ചാർത്തുമ്പോൾ തന്നെ വളരെ കേമായിട്ടത് ഉണ്ടാവാറുണ്ട്. അപ്പം ഇന്നത് ഒന്നുകൂടി ഫലവത്തായിട്ടുണ്ട്. അവിടെ നിന്നിട്ട് അയാൾ പുഞ്ചിരിച്ചിട്ടേ ഇങ്ങോട്ട് വന്നോളൂ തരാട്ടോ എന്ന് പറയില്ലേ, അതും എനിക്ക് അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞിട്ട് മതിയാവില്ല. അതേമാതിരിയാണ് അവിടെ നിൽക്കുന്നത്. നമ്മൾ സോപാനത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ ചെല്ലുമ്പോഴേ നമ്മൾ പടി കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഉള്ളിലേക്ക് എത്തിയിട്ട് സോപാനപ്പടിയിൽ അവിടെ എത്തുമ്പോൾ നോക്കണില്ലേ, ഇന്നിപ്പോൾ സോപാനപ്പടിയിലേക്ക് എത്തില്ല. നമുക്ക് ഇന്നിപ്പോൾ ഏകാന്തമാവുകൊണ്ട് പകുതി വെച്ചിട്ടാണ്. പക്ഷെ അവിടെ നിന്നിട്ട് നമുക്ക് സുഖമായിട്ട് തൊഴാൻ പറ്റും. തിരക്കില്ലാത്ത കാരണേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളെ അവിടെ നിർത്തിയിട്ട് തൊഴിയിക്കും. അപ്പോൾ ഭക്തരെ അങ്ങനെ നിർത്തി തൊഴിയിക്കുന്ന തരത്തിലാണ്. ഞങ്ങളൊക്കെയും തൊഴുന്നത് അതേമാതിരി തന്നെയാണ്. അപ്പോൾ എന്തായാലും വളരെ ശ്രീലകത്ത് ഉള്ള ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണൻ്റെ മനസ്സ് നല്ല നിറഞ്ഞിരിക്കുന്ന പോലെയാണ്, ആഹ്ലാദഭരിതരായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ചെറിയൊരു തമാശ കാട്ടിയ പോലത്തെ ഒരു പ്രകൃതമാണ്. അത് വളരെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ഭക്തരായ നമ്മളെല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ ഒരു നോക്ക് എത്താൻ, ഒരു നോക്ക് കാണാൻ വേണ്ടി കൊതിക്കുന്നവരെല്ലാവരും ശരീരം കൊണ്ട് എത്തിയില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നമ്മളിപ്പോൾ ആ ഗുരുവായൂർ അമ്പലത്തിൽ സോപാനപ്പടിയിലാണ് എന്നും ആ ഉണ്ണിക്കണ്ണനെ നാരായണനെ കാണുകയാണ് നമ്മൾ എന്നും പറഞ്ഞിട്ട് തൊഴുക. അപ്പോൾ നമ്മളെ മനസ്സിലെ ആദികളും വ്യാധികളും എല്ലാം സോപാനപ്പടിയിൽ അങ്ങോട്ട് ഇറക്കി വയ്ക്കുക. എന്നിട്ട് സമാധാനമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ മുന്നോട്ട് നടക്കുമ്പോൾ ആ വഴിയിലെ തടസ്സങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ തീർത്തു തരും. ഒരൊറ്റ വിശ്വാസം മതി നമ്മളെ ജീവിപ്പിക്കാൻ. അപ്പോൾ എല്ലാവരുടെ കൂടെയും ആ ഗുരുവായൂരപ്പൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാരണം എല്ലാ തലത്തിലും എല്ലാറ്റിലും ഉപരി ഗുരുവായൂരപ്പൻ തന്നെയാണ് വലുത്. ആ ഗുരുവായൂരപ്പൻ്റെ പാദചരണങ്ങളിൽ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് മാത്രം ഉരുവിടുക. ഹരേ കൃഷ്ണ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.